തെലുങ്കിലൊരു പുതിയ ചിത്രം വരികയാണ്, കണ്ണപ്പ. മലയാളികൾക്ക് എന്താണ് പ്രത്യേകത ഒരു തെലുങ്ക് ചിത്രം വരുമ്പോൾ? ഇപ്പോൾ നമ്മൾ തെലുങ്കിലൊരു ചിത്രമൊക്കെ വരുമ്പോൾ, വലിയ ബ്രഹ്മാണ്ഡ ചിത്രമൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന മലയാളത്തിൽ ആരെങ്കിലും അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. കാരണം ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രമായി മാറ്റാൻ വേണ്ടി മലയാളത്തിലെ ആരെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ട്. സലാറിൽ നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിൻ്റെ പ്രകടനം, ഗംഭീര പ്രകടനമായിരുന്നു. ഇനി മോഹൻലാലിൻ്റെ പുതിയ ചിത്രമാണ് വരുന്നത്. അതായത് കണ്ണപ്പയിൽ സർപ്രൈസിങ് ആയ സ്റ്റാർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ എന്തെങ്കിലും നമ്മളറിയാം, മോഹൻലാൽ തമിഴിൽ പോയി പൊളിച്ചടുക്കി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുപോലെ മോഹൻലാലിൻ്റെ മറ്റൊരു പൊളിച്ചെടുക്കൽ കാണാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. കണ്ണപ്പ എന്ന ചിത്രമാണ് ഇനി തെലുങ്കിൽ നിന്ന് വരാൻ പോകുന്നത്. വലിയ പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ തെലുങ്ക് ഭാഷ ഫാൻറ്റസി ചിത്രമാണ് കണ്ണപ്പ. ഹിന്ദു ദൈവമായ ശിവഭക്തനായ കണ്ണപ്പയുടെ കഥയാണ്, അദ്ദേഹത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത് AVA എൻ്റർടൈൻമെൻറ്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നീ കമ്പനികൾ മുഖേന മോഹൻ ബാബുവാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പരുച്ചൂരി ഗോപാലകൃഷ്ണ, ഈശ്വർ റെഡ്ഡി, ജി നാഗേശ്വര റെഡ്ഡി, തോട്ട പ്രസാദ് തുടങ്ങിയ ഒന്നിച്ചു ചേർന്നിട്ടുള്ള കഥയാണ് ഇതിനുള്ളത്. വിഷ്ണു മഞ്ജു ആണ് ഇതിൻ്റെ ടൈറ്റിൽ റോളിൽ വരുന്നത്. ആരാണ് വിഷ്ണു മഞ്ജു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഓഗസ്റ്റ് 2023 ഓഗസ്റ്റ് 18 ചിത്രം ഔപചാരികമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫി സെക്ഷനൊക്കെ കഴിഞ്ഞത് ന്യൂസിലാൻഡിൽ വെച്ചാണ് ഇത് ചെറുങ്ങനെ ആരംഭിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ സ്കോറും ഗാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. ആദ്യം തെലുങ്കിൽ ചിത്രീകരിച്ച ചിത്രം തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ മൊഴിമാറ്റി റിലീസ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മഹാശിവനായ ശിവൻ്റെ കടുത്ത ഭക്തനായിട്ടുള്ള കണ്ണപ്പയായിട്ട് വിഷ്ണു മഞ്ജു തന്നെയാണ്. പ്രീതി മുകുന്ദൻ ഉണ്ടാവും, ശരത് കുമാർ, ബ്രഹ്മാനന്ദം, മോഹൻ ബാബു, മധു തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവും. ക്യാമിയോ വേഷങ്ങളിൽ ശിവനായിട്ട് അക്ഷയ് കുമാർ ഉണ്ടാവും. മോഹൻലാൽ പരശുരാമനായിട്ട് വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. വീരഭദ്രനായിട്ട് പ്രഭാസാണ്. പാർവതിയായിട്ട് കാജൽ അഗർവാളുണ്ട്. ഇതിൽ ചില സീനിലൊക്കെ നയൻതാരയൊക്കെ ആലോചിച്ചിരുന്നതാണ്. ഇതിൻ്റെ പല സമയത്തും നയൻതാരയെക്കുറിച്ച് ആലോചിച്ചാണ്. ഇതിൻ്റെ കഥ പറയുന്നത് ശിവഭക്തനായ കണ്ണപ്പയുടെ ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണിത്. ഏകദേശം ഒരുപാട് കാലം മുന്നേ ഉള്ളൊരു കഥ അതേപോലെ നമുക്ക് ഒപ്പിയെടുത്ത് തരികയായിരിക്കും ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇതിൽ പല ഭക്ത കണ്ണപ്പ എന്ന പേരിലൊക്കെ ഇതിനെക്കുറിച്ച് പീരിയോഡിക്കലായിട്ട് ഡ്രാമ രീതിയിലൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതിൽ പല നടന്മാരെയും കാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 2015 ജൂണിലാണ് നിർമ്മാതാവായിട്ടുള്ള നടനുമായിട്ടുള്ള വിഷ്ണു മഞ്ജു തൻ്റെ നിർമ്മാണ കമ്പനിയായ 24 ഫ്രെയിം ഫാക്ടറി ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് സഹകരിച്ച് ഭരണി സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ എന്ന കഥ ചിത്രം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നിർമ്മാതാവിനെ ബോധ്യപ്പെടുത്താൻ വർഷങ്ങളോളം കാത്തിരുന്ന് ആ സിനിമ സംഭവം നടന്നില്ല. അതായത് തിരക്കഥ ഭരണി വിഷ്ണുവിന് വിറ്റുന്നു റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ 2023 ഓഗസ്റ്റ് 18 കാളഹസ്തീശ്വര ക്ഷേത്രത്തിൽ നടന്ന പൂജാ ചടങ്ങോടെയാണ് ഇത് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. മുമ്പ് ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള ടെലിവിഷൻ പരമ്പരകൾ ചെയ്ത സംവിധായകനാണ് മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ അച്ഛനായിട്ടുള്ള മോഹൻ ബാബു 2024 ഫ്രെയിംസ് ഫാക്ടറി AVA എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ വികസിപ്പിച്ചെടുക്കുന്ന 3 പേര് കൂടിയാണ്. പരുചൂരി ഗോപാലകൃഷ്ണ, തോട്ട പ്രസാദ്, അതുപോലെ സായിനാഥ് തോട്ടപ്പള്ളി, സായി മാധവ് ബോറ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ കൂടിയാണ് ഇതിൻ്റെ തിരക്കഥയിലേക്കൊക്കെ എത്തുന്നത്. ഇതിൻ്റെ കഥ രൂപീകരിക്കുന്നതൊക്കെ അങ്ങനെയാണ്, വികസിപ്പിച്ചെടുക്കുന്നതൊക്കെ. പലരും ഇതിൽ പ്രധാനപ്പെട്ട രീതിയിൽ ഈ കഥയെ സ്ക്രിപ്റ്റാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിജയേന്ദ്ര പ്രസാദ് പോലെ, അല്ലെങ്കിൽ ജി നാഗേശ്വര റെഡ്ഡി പോലെ, അങ്ങനെ പല പേരുകൾ നമ്മൾ ഇതിൻ്റെ എഴുത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഥ ഇങ്ങനെ വികസിപ്പിച്ചു. ഇതിൽ കാസ്റ്റിംഗ് വരുന്നത് ഞാൻ പറഞ്ഞു, കണ്ണപ്പ ടൈറ്റിൽ റോളിൽ വിഷ്ണു മഞ്ജു തന്നെയാണ് എത്തുന്നത്. 2019 ജൂലൈയിൽ കാജൽ അഗർവാൾ ഇതിൽ വേഷം ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വരും എന്നൊക്കെ നമ്മൾ അങ്ങനെ വാർത്തകൾ കേട്ടിരുന്നു. 2019 തന്നെ കേട്ടിരുന്നു. 2023 ആയപ്പോൾ സിനിമയുടെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം പ്രമുഖ വ്യവസായ സ്ഥാപന അഭിനേതാക്കൾ ചേരുമെന്ന് കിട്ടിയിരുന്നു. നൂപുർ സോനോൾ പ്രധാന സ്ത്രീവേഷം ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിച്ചിരുന്നു. അപ്പോൾ പല പൊരുത്തക്കേടുകൾ പിന്നെ ഇങ്ങനെ വരുന്നിരുന്നു. ഒരു സിനിമയായി മാറുമ്പോഴാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുമെന്ന് പറയുന്നു. പ്രഭാസ് ഒരു പ്രത്യേക ഭാവത്തിൽ ശിവൻ്റെ വേഷം ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ പല വാർത്തകൾ. അതേ മാസം മോഹൻലാൽ ഒരു വേഷത്തിലുണ്ടാവും, നയൻതാര പാർവതിയായിട്ട് വരുന്നു. അങ്ങനെ പല ഗോസിപ്പുകൾ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു. അവസാനം ഈ സിനിമ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൂടി, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മിക്കവാറും ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ വന്നിട്ടുള്ളത്. 15 ദിവസത്തെ പ്രധാന ചിത്രീകരണം ഉണ്ടായിരുന്നു.
ന്യൂസിലാൻഡിൽ വെച്ചായിരുന്നു. പ്രൊഡക്ഷൻ ടീം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് പ്രീതി മുകുന്ദനെ നായികയായിട്ട് സിനിമയുടെ പ്രധാനപ്പെട്ട റോളിലേക്ക് പ്രീതി മുകുന്ദനെ പ്രഖ്യാപിച്ചു. ഈ ചിത്രത്തിലൂടെ നടിയായിട്ട് അദ്ദേഹം പ്രീതി മുകുന്ദൻ അരങ്ങേറ്റം കുറിക്കുകയാണ്. അക്ഷയ് കുമാർ പ്രധാന അതിഥി വേഷത്തിലെത്തുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ചിത്രീകരണം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പല പേരുകൾ പല ഗോസിപ്പുകൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു. ഏതായാലും മലയാളത്തിലെ മലയാളികളുടെ പ്രിയ നടനായ മോഹൻലാൽ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ ടീസറൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്നു. ഇനി ഇതിൻ്റെ സംഗീതം ചെയ്യുന്നതിന് ഇതിൻ്റെ സ്കോറുകളൊക്കെ ഒരുക്കുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റീഫൻ ദേവസിയാണ്. അപ്പോൾ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഗാനരചയിതാക്കൾ സുദ്ദല അശോക് തേജ, രാമജോഗയ്യ ശാസ്ത്രി, ദെൻ ഭാസ്കർ ഭട്ട്ല, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ ഗാനരചയിതാക്കൾ. അപ്പോൾ ഈ ചിത്രം ഒരു തെന്നിന്ത്യൻ ചിത്രം എന്നാൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് വരുന്ന ചിത്രമാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ സിനിമയുടെ ടീസറൊക്കെ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള വളരെ രസമായിട്ടുള്ളൊരു പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ശിവലിംഗത്തിൻ്റെ ശൈലിയിലൊരു നദിയും അതിലൂടെ അമ്പ ചെയ്യുന്ന ഒരാളും ഒക്കെ ആയിട്ട് വലിയ പ്രതീക്ഷയാണ് തെലുങ്ക് ചിത്രം. ഏകദേശം ഒരു ബാഹുബലി പോലെ. നമ്മൾ ബാഹുബലിയിൽ മോഹൻലാലിനെ കട്ടപ്പയായി കാണണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കണ്ണപ്പ എന്ന ചിത്രത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട റോളിൽ, നമുക്കറിയില്ല പരശുരാമനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് എൻ്റെ സസ്പെൻസ് എന്ന് ഇപ്പോൾ നമുക്കറിയില്ല, കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും മലയാളികൾ മോഹൻലാലിൻ്റെ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും അദ്ദേഹം കാത്തു വെച്ചിരിക്കുന്നത്? തമിഴിൽ രജനീകാന്തിനൊപ്പം കാണിച്ച ആ ഒരു വലിയ പെർഫോമൻസ് അദ്ദേഹത്തിന് ഇതിലും കാണിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം മോഹൻലാലിൻ്റെ ക്യാമിയോ റോളിനായിട്ട് കണ്ണപ്പ എന്ന ചിത്രത്തിന് വേണ്ടി.